ചോദ്യചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് നിർണായകമായ നീക്കങ്ങളിലേക്ക് കടക്കുന്ന സമയം കൂടിയാണ്. കൊടുവള്ളിയിലെ MS സൊല്യൂഷൻസ് ഓഫീസിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടക്കുന്നു. FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് പോലീസ് നടപടി. മുഹമ്മദ് അസ്ലം വിശദാംശങ്ങൾ നൽകും. അസ്ലം, ഇപ്പോൾ FIR ആയിട്ടുണ്ട്, പിന്നാലെ ഇപ്പോൾ പരിശോധനയിലേക്കും കടന്നിരിക്കുന്നു. ഈ ചോർത്തിയിട്ടുണ്ട് MS സൊല്യൂഷൻസ് എന്നുള്ള ഒരു പ്രാഥമിക ഫൈൻഡിങ്ങിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നതുമാണ്. ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെയാണ്? MS സൊല്യൂഷൻസിന് ചോർന്ന് കിട്ടി വിവരങ്ങൾ, അല്ലെങ്കിൽ ചോദ്യപേപ്പർ ചോർന്ന് കിട്ടി എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമികമായ അന്വേഷണത്തിന് ശേഷം FIR ഇട്ടത്. MS സൊല്യൂഷൻസിനെ പ്രതി ചേർത്തുകൊണ്ട് തന്നെയാണ് FIR ഇട്ടിരിക്കുന്നത്. സ്വാഭാവികമായും അതിന്റെ അടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് കൊടുവള്ളിയിലുള്ള MS സൊല്യൂഷൻസിന്റെ ഓഫീസിൽ പരിശോധനകൾ നടത്തുകയാണ്. കാരണം ഇത് ഡിജിറ്റൽ എലമെന്റുകളാണ്, അതുകൊണ്ട് തന്നെ അത് അപ്ലോഡ് ചെയ്ത സാധനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ പരിശോധിക്കുന്നു. മാത്രമല്ല അവിടെ മറ്റ് ജീവനക്കാരുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അത് പ്രവർത്തനം പുനരാരംഭിച്ചിരുന്നു. മറ്റ് ജീവനക്കാരുണ്ട്, അവരോടൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഷുഹൈബ് എന്ന് പറയുന്ന MS സൊല്യൂഷന്റെ CEO ഇപ്പോഴും ഒളിവിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ടും അടുത്ത നടപടി എന്ന് പറയുന്നത് അയാളെ അറസ്റ്റ് ചെയ്യുക എന്ന് തന്നെയായിരിക്കും. അതിനുവേണ്ടി ശ്രമങ്ങളിലേക്ക് പോലീസ് നടക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളായി തന്നെ അദ്ദേഹം ഈ ക്രൈംബ്രാഞ്ച് സംഘം പ്രധാനമായി ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ചോർന്നു വന്ന ആരോപണത്തിന്റെ നിജസ്ഥിതി സംബന്ധിച്ചാണ്. അതുകൊണ്ട് തന്നെ അതിൽ പരാതി നൽകിയ അധ്യാപകർ, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, DEO അടക്കം AEO അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാതി വരാൻ കാരണം, എന്താണ് അതിന്റെ അടിസ്ഥാനം, ഇയാളുടെ യൂട്യൂബിൽ വന്നതിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് സംശയമുള്ളത്, അങ്ങനെ വളരെ കൃത്യമായ ഒരു ഡാറ്റ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഒരു വിലയിരുത്തൽ യോഗം ചേർന്നു. അതിലാണ് ഇതിൽ ചോർച്ച ഉണ്ടായിട്ടുണ്ട്, വെറും പ്രവചനം അല്ല എന്നൊരു രീതിയിലേക്കുള്ള വിലയിരുത്തലിലേക്ക് എത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും FIR രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് FIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. എന്തായാലും പരിശോധനകൾ നടക്കുകയാണ്. ഷുഹൈബിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളും ഒരു വശത്ത് നടക്കുന്നുണ്ട്. മുഹമ്മദ് അസ്ലമാണ് വിശദ വിവരങ്ങൾ നൽകിയത്.